يعلمون والذين لا يعلمون. قال نبينا محمد صلى الله عليه وسلم: خيركم من تعلم القرآن وعلمه. ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയുടെ അധ്യക്ഷ പദം അലങ്കരിച്ചിരിക്കുന്ന ദാറുൽ ഹസനാത്ത് ഖത്തർ ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ആദരണീയരായ സക്കരിയ സാഹിബ് മാണിയവരുടെ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മളോട് സംസാരിച്ച ഖത്തറിലെ മലയാളികളുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാരണവന്മാരിൽ പ്രമുഖനായ കേരളത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ ഉമറാക്കളുടെ മുൻനിരയിലുള്ള ആദരണീയരായ ടീമിൽ നിന്ന് ഈ സദസ്സിന് സ്വാഗത ഭാഷണം നടത്തിയ ചീഫ് സാഹിബ്, ആശംസ അർപ്പിച്ച് നമ്മളോട് സംസാരിച്ച മാർക്കട്ടത്തലിൻ്റെ സമാധാന ജനറൽ സെക്രട്ടറി ആദരണീയരായ മുത്തലിബ് സാഹിബ്, നമ്മുടെ ഖത്തറിലെ ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രവർത്തന മേഖലകളിൽ സാന്നിധ്യമായ ആദരണീയമായ പ്രിയ സ്നേഹിതൻ സഹോദരൻ വയനാട് മൊയ്തീൻകുട്ടി സാഹിബ്, ആശംസ അർപ്പിക്കാൻ ക്ഷണിക്കപ്പെട്ട ആദരണീയരായ കണ്ടപ്പുറം ദാവൂദ് സാഹിബ്, മാങ്കടവ് ഷഫീഖ് സാഹിബ്, അതുപോലെ കേരളത്തിലെ ഖത്തറിലെ മലയാളി പ്രവാസികൾക്കിടയിൽ മതരാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ മത സാമൂഹ്യ സംഘടനകളിലെ പ്രവർത്തകരെ നേതാക്കൾ, ദാറുൽ ഹസനാത്തിന്റെ ഉയർച്ചയും വളർച്ചയും നിസ്തുല സേവനം നിർവഹിച്ച് പ്രവാസ ലോകത്ത് നിന്നും ആ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് പിന്തുണ നൽകുന്ന നല്ലവരായ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഘം അല്ലാഹു ഇഷ്ടപ്പെട്ട സംഘമാക്കി തരട്ടെ. നാളെ ജന്നാത്തുൽ നഈമിൽ അല്ലാഹു ഇതുപോലെ നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഏതൊരു മഹാനെയാണോ സ്മരിക്കുന്നത് ആ മഹാന്റെ കൂടെ അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നിച്ച് സ്വർഗ്ഗലോകത്ത് സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരു സുദീർഘമായ ഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. സാധാരണ ഗൾഫിലെ സഹോദരങ്ങൾ ഉറങ്ങണ ഒരു സമയം, വെള്ളിയാഴ്ചയായതുകൊണ്ട് സുബഹി കഴിഞ്ഞ് ജുമാ വരെ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും സാധാരണ ദുഹർ കഴിഞ്ഞ് അസർ വരെ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് ഉറക്ക് വരും. ഉറങ്ങുന്ന സമയത്തൊരു സമൂഹത്തിലൊന്നും പറയാൻ പറയാം. ഉറങ്ങുന്നവന്റെ മുമ്പിൽ വെച്ച് ഖുർആൻ ഓതുക പോലും ചെയ്യരുത് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. കാരണം ഉറക്കത്രമേൽ പ്രധാനം. ഒരാളും ഉറക്ക് തൂക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നാലെ പിടിച്ച് ഉപയോഗമാണ്. അത് ശരീരം നൽകുന്ന ഒരു സൂചനയാണ്. ഓർമ്മണം. പനി വരുന്നത് പനി വലിയൊരു രോഗമാണ്. പനി വേറെ പലതിൻ്റെയും സൂചനയാണ്. അതിന് മുമ്പ് ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ശരീരം ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴാണ് ഒരാഴ്ച മരുന്ന് കുടിച്ച് പിന്നെ സുഖലേക്ക് പിന്നെ രക്തം ടെസ്റ്റ് ചെയ്യുന്നത്, പിന്നെ സുഖലേക്ക് മജ്ജ കുത്തി എടുക്കുന്നത് സൂചനയാണ്. ഉറക്ക് വന്നാൽ ശരീരം ഉറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല.
وجعلنا الليل لباسا وجعلنا النهار معاشا وجعلنا نومكم سباتا നിങ്ങളുടെ ഉറക്കനെ നാം നിങ്ങൾക്ക് വിശ്രമമാക്കിയിരിക്കുകയാണ്. ഒരാൾ വിശ്രമിക്കാൻ താല്പര്യപ്പെടാൻ ക്ഷീണിക്കുമ്പോഴാണ്. അപ്പൊ ശരീരം ഉറക്കാൻ താല്പര്യപ്പെടുന്നതാണ് നമ്മൾ ശാരീരികമായൊക്കെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, വേഗം നിങ്ങൾ തിരിച്ചു. എന്നാൽ ഇതല്ലാത്തൊരു സമയം ഒരുമിച്ച് കൂടാൻ നോക്കിയാലോ? ട്രില്യൺ. നാട്ടിലാണെങ്കിൽ ഒരു ദിവസം പണിക്ക് പോയിട്ടില്ലെങ്കിൽ മലയാളി എന്തോ പണിക്കുവരാൻ വാടകയ്ക്ക് ചേർത്താൽ മതി, അല്ലെങ്കിൽ ലഭിച്ചു കളി കഴിയില്ല. ഇവിടെ അങ്ങനെ തിരിച്ചു വിട്ടാൽ പിന്നെ റൂമിന് വാടക കൊടുക്കാൻ പോകും. പല ഭക്ഷണത്തിന്റെ പേയ്മെന്റ് നടത്താൻ കഴിയില്ല. പിന്നെ നമ്മുടെ ഇവിടെ ഓരോ സെക്കൻഡ് നഷ്ടപ്പെടുന്നത് പോലും വലിയ നഷ്ടമാണ്. ജീവിതത്തിൽ തന്നെ വലിയ നഷ്ടമാണ്. അതാണ് തകരീതായി ആദ്യം പറഞ്ഞു. ഹാഷിം കുഞ്ഞിക്കോയ തങ്ങൾ അവരുകളെ നമ്മൾ സ്മരിക്കുമ്പോൾ ആദ്യം പറയാനുള്ളത് കൃത്യത പാലിച്ച മഹാനാണ്. സമയം അദ്ദേഹത്തെ കൊല്ലുന്നതിന് പകരം സമയത്തെ അദ്ദേഹം കൊണ്ടിരുന്നു എന്നാണ്. നമ്മൾക്ക് 10 മുതൽ തന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നാട്ടിൽ പോയി വിശ്രമിക്കാൻ സമയമായി കഴിയും. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് മഹത്വങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു മഹവ്യക്തിത്വമാണ് ഹാഷിം കുഞ്ഞിക്കോയ തങ്ങൾ അവர்கள். ഇതിനാണ് ഈ കഴിഞ്ഞു പോയത് സ്മരിക്കുന്നത്. ഇത് പിരിവിനുള്ള തൊഴിൽ അതല്ലാതെ ഏകദേശം മട്ടന്നൂർ അല്ല ഈ കണ്ണാടിപ്പുറം പരിസരത്തുള്ള ആളുകളെ ഇവിടെ ഉള്ളൂ. ദാറുൽഹുസനാത്തിന്റെ ആളുകളാണ് 90% ആളുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്തെങ്കിലും നേരം ചോദിച്ചാൽ ഉരുട്ടി മറിച്ചു കൊണ്ടിട്ട സമയമില്ല. ഉരുട്ടി മറിച്ചു കൊണ്ടുവരാൻ മാത്രമുള്ള സമയം നമ്മൾ സംസാരിക്കുന്നില്ല, വേഗം പിരിയുകയാണ്. അതുകൊണ്ട് ഈ പരിശീലനം ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ആളുകളെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചേരാവുന്നതാണ് എന്ന് ഞാൻ ആമുഖമായി അറിയും. പൈസ ഇല്ലാതൊന്നും നടക്കില്ല. സ്ഥാപനങ്ങളായാലും പൈസ ആവശ്യം. ഹാഷിം കുഞ്ഞിക്കോയ തങ്ങൾ നിങ്ങൾ സ്മരിക്കുന്ന മഹാൻ തന്നെ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ അത് അവരെ ദീനിയായി വളർത്തിയ കൊലവാപ്പിന്മയാവൂല. ഇവിടെ കൊണ്ടുപോയി ചോദ്യപ്പോൾ അവരെ വളർത്തിയ ഒരു സമൂഹത്തിന്റെ പ്രൊഡക്റ്റാണ് ഹാഷിം കുഞ്ഞിക്കോയ തങ്ങൾ. നമ്മൾ മനസ്സിലാക്കി ഒരു കോമോരെ വളർത്തി പ്രൊഡക്റ്റാണ്. കേരളത്തിൽ നിന്ന് നേതാ സാന്നിധ്യമായി നിൽക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഒരേ പഴയ കാലം പരിശോധിച്ചു കണ്ടി. അന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അസ്ലൂദിയിൽ. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, കണ്ണിന് സാർ എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ വൈകായപ്പോഴും ഊതിപ്പടിക്കുന്ന കാലഘട്ടത്തിൽ സംശുലമാനത്തെ ഞങ്ങളായി ഇന്ന് ഭക്ഷണം കൊടുത്തത് എന്ന് കേരളത്തിലെ പ്രോത്സാഹിച്ചു നിൽക്കുന്ന ഒരു പണ്ഡിതനായി മാറിയപ്പോൾ അഭിമാനം പറഞ്ഞവർക്ക് അറിയുകയോ ഒരു ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നാളെ ഇത് സമൂഹത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ഒരു ആലിമായി പണ്ഡിതനായി മാറും എന്ന് അറിയില്ലായിരുന്നു. എന്തിനാ വെറുതെ മനുഷ്യന്മാർക്ക് പണിയില്ലാത്ത സമയത്ത് പണിയാക്കാൻ എന്ന് നമ്മൾ ചിന്തിക്കരുത്. തീരുമാനങ്ങളെല്ലാം അല്ലാഹുവിൻ്റെതാണ്. മാത്രമല്ല ഒരു കുഗ്രാമത്തിൽ നിങ്ങൾ കണ്ടത് വലിയ സ്ഥാപന സമുച്ചയങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു എന്നത് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ ധീരമായ മലക്കരുതാണ്. ഇതൊരു വിഷയത്തിന് വേണ്ടി നമ്മൾ ആർക്കും നടക്കൂല. അങ്ങനെ നമ്മൾ പല സമയം ഒരു കാര്യം നമ്മുടെ സമൂഹത്തോട് പറഞ്ഞാൽ തന്നെ പറയാം അതൊന്നും നടക്കൂല. ആദ്യത്തെ നമ്മുടെ വിലയിരുത്തല. നിങ്ങൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഏത് ചരിത്രത്തിന്റെ ലോക ചരിത്രങ്ങളുടെ ഓരോ നാഴികക്കല്ലായി മാറിയ ആളുകളെ കുറിച്ച് പരിശോധിച്ചാലും അവർ നേരത്തെ വലിയൊരു സ്വപ്നം കണ്ടവരാണ്. എന്നോട് ഞാൻ എന്നെ പഠിപ്പിക്കുന്ന ഒരു തമാശ ഞങ്ങളുടെ എല്ലാ ക്ലാസ് എന്ന് പറയാ പ്രധാനമന്ത്രിയാവാൻ പണിയെടുക്കണം എന്നാ പഞ്ചായത്ത് പറയെങ്കിലോ അതൊരു ഭയങ്കര വർത്താനം. അത് ഇത്ര നാളെ ശൈലിയിൽ വന്നതാണ്.
അതിന് മനഃശാസ്ത്രപരമായി നിങ്ങൾ സമീപിക്കുമ്പോൾ ഒരു 4 ചിത്രമൊക്കെ വരക്കും, അതിന് പേരൊക്കെ കൊടുക്കും. അപ്പം നേരെ അത് പറഞ്ഞ വർത്താനമാണ്. ഞാൻ പറയുന്നത് ഹാഷിം കുഞ്ഞുകോയ തങ്ങൾ അവർക്ക് പോലും ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒരു മഹല്ലത്തിന്റെ കൂട്ടായ സംഗമത്തിന്റെ പ്രൊഡക്റ്റാണ്. കേരളത്തിൽ നമ്മൾക്ക് കണ്ട നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ആലിമീങ്ങളും അങ്ങനെയാണ്. നിങ്ങൾക്ക് ദാറുൽസലാത്ത് കെട്ടിപ്പടുക്കുന്നതിലൂടെ എന്ത് കഴിഞ്ഞുവെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ട ഒരു വിഭാഗം ആലിമീങ്ങളെ വാർത്തെടുക്കാൻ, അങ്ങനെ ദീനിന്റെ ദഅവത്തിന്റെ മേഖലയിൽ അവരോടൊപ്പം ദഅവത്തിന്റെ മേഖലയിൽ നിങ്ങൾക്കും ഒരു വിഹിതം വഹിക്കാൻ കഴിഞ്ഞു എന്നതിൽ നിങ്ങൾ വലിയ വാർത്തകളാണ്. പിരിവ് ചോദിക്കാൻ ചെന്നാൽ എല്ലാവരും ഒരേ സമീപനം ഇക്കൊള്ളൊന്നുമില്ല. ഓ ഇല്ല, എനിക്കറിയാം. ഞാൻ പഠിച്ച ജമാഅത്ത് ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അധിപന്മാരായിരുന്ന മഹാന്മാർ CH ഹൈദറൂസ് മുസ്ലിയ, മഹാനായ യുവാക്കുട്ടി ഹാജി ദാറുൽ ഹുദായുടെ ബ്രാഞ്ചാണത്. എൻ്റെ അടുത്ത് സക്കരിയ മാമിൽ സാഹിബ് സക്കരിയ സാഹിബോട് പറഞ്ഞു, ദാറുൽ ഹുദ കഴിഞ്ഞാൽ പിന്നെ ദാറുൽ ഹുദായുടെ ബ്രാഞ്ചിൽ ഏറ്റവും ഔന്നത്യം നിലനിർത്തുന്ന സ്ഥാപനം ഏത് എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ദാറുൽ ഹുദായുടെ വൈസ് ചാൻസലറായ ബഹാവുദ്ദീൻ ഉസ്താദിനോട് ഞങ്ങൾ ചോദിച്ചു, പിന്നെ ഏതാണ്? ഉസ്താദ് പറഞ്ഞു, അത് പിന്നെ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഉള്ളിലേക്ക് ദാറുൽ ഹുദാനകത്ത് തന്നെയാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. 9 മക്കളുടെ വാപ്പ ചോദിച്ചിട്ട് നിങ്ങളുടെ മക്കളുടെ എല്ലാ മക്കളെയും വീഴ്ത്തിയിട്ട് നിങ്ങളുടെ 9 മക്കൾ നിങ്ങൾക്ക് ആരോടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ള വാപ്പ ഒരിക്കലും പറയില്ല എനിക്ക് 3ാമത്തവരാണ്. ബുദ്ധിയുള്ള വാപ്പ പറയാൻ അതിപ്പോ എന്ത് പറയാനാണ് ചോദിച്ചോണ്ട് അങ്ങനെ പറയാം. 6ാമത്തവൻ ചോദിച്ചു, വാപ്പ നിങ്ങൾക്ക് ആരോടാ സ്നേഹം? അതിപ്പോ പറയാണ്ടോ എന്നേ പറയും. 9ാമത്തവൻ ചോദിച്ചാലും പറയാം അങ്ങനെ. അത് ബുദ്ധിയുള്ള വാപ്പയുടെ മറുപടിയാണ്. എന്തു തന്നെയായാലും ഒരു കാര്യം സത്യമാണ്, ഇപ്പോഴും പ്രബോധന മേഖലയിലും ദാറുൽ ഹുദ സംഭാവന ചെയ്യുന്ന പണ്ഡിത വിഭാഗത്തിലും വളരെ വളരെ സ്തുത്യർഹമായ ഇടപെടലുകൾ നടത്താൻ പറ്റാവുന്ന പണ്ഡിത വ്യൂഹത്തെ ഈ സമൂഹത്തിന് സമ്മാനിക്കുന്നതിൽ ദാറുൽ ഹുസനാത്ത് നിസ്തുലമായ സേവനം വഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ദാറുൽ ഹുസനാത്തിൽ നിന്ന് ഇറങ്ങിയ കുറെ പുതിയ സഹോദരന്മാരുമായി പരിചയമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. തുർക്കിയിലേക്ക് ഒരു ഇന്റർവ്യൂ നടത്തിയ സമയത്ത് കുറെ കുട്ടികൾ ദാറുൽ ഹുസനാത്തിലെ കുട്ടികളായിരുന്നു. അത് പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ടാണ്. അതിൽ നിന്ന് പുറത്തു വരുന്ന പ്രൊഡക്റ്റ് വളരെ നല്ലതാണ് എന്നതിന് തെളിവാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കും ഈ ദഅവി മേഖലയിൽ ഇത് മുഖേന സേവന നിരതരാവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യമാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ബ്രോഷർ ഉണ്ട് അവിടെ. ഇതിങ്ങനെ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഇതിൻ്റെ ഒരു ഹെഡിങ്, ബിസിനസ് ഫോർ ലൈഫ്, നോട്ട് ലൈഫ് ഫോർ ബിസിനസ്. കച്ചവടം ജീവിതം, കച്ചവടം ജീവിക്കാനാവണം, ജീവിക്കുന്നത് കച്ചവടത്തിനാവുക. ഒരു വല്ലാത്ത എന്നെ ഞാൻ സംഘടിപ്പമുണ്ട്. പലതും വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വാക്കാണ്. കച്ചവടം ജീവിക്കാനാവണം, ജീവിതം കച്ചവടത്തിനാവരുത്. ജീവിതം കച്ചവടത്തിന് നൽകിയ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ മരിച്ചുപോയി. അയാളുടെ മക്കളുടെ കാട്ടിക്കൂട്ടലും ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ജീവിതം മുഴുവൻ അയാൾ ഇവിടെയായിരുന്നില്ല, ഒമാനിലായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കത്തെ കുറിച്ച് പറഞ്ഞത്, പൊറാട്ട റൂമെന്നുണ്ടാക്കിയിട്ട് പൊറാട്ടയും കറി ഉണ്ടാക്കും, ചായ മറ്റേതില്ലേ പാത്രത്തിലെടുത്തിട്ട് കടകളിലൂടെ ഓരോ കടകളിലും കയറി ചെന്ന് ചായയും പൊറാട്ടയും വിറ്റ് 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 കട തുടങ്ങി. ഹോട്ടലായി, കടകളായി, ഇങ്ങനെ ബിസിനസ് രംഗം വളർന്നു വലുതായ മനുഷ്യനാണ്. നാട്ടിൽ ലക്ഷങ്ങളുടെ, പഴയ കാലത്ത് ഇപ്പോഴാണെങ്കിൽ കോടികളുടെ ആസ്തി അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ അവസാനം ഇദ്ദേഹം ഹൃദയരോഗിയായി നാട്ടിൽ വന്നു. അപ്പൊ എന്നോട് നിങ്ങളൊന്നും വരുന്ന വീട്ടിലെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോ അവിടെ എല്ലാ കുടുംബക്കാരും പറഞ്ഞൊരു വാക്കുണ്ട്, ഈ സാധുവായി മനുഷ്യൻ ജീവിച്ചിട്ടില്ല. കാരണം കൊല്ലത്തിൽ മക്കളെ വിചാരിച്ചിട്ട് 1-2 മാസം, 1 മാസം വേണം കൊല്ലത്തിലെ 15 ദിവസമൊക്കെ വരിക. ബാക്കിയുള്ളത് മുഴുവനും പൊറാട്ടയും ചായയും 10 വിൽക്കേണ്ട. അവസാനം 2 കിഡ്നിയും ഫെയിലായിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. മരിച്ചുപോയി. 15 ദിവസം കൊണ്ട് മരിച്ചു.
കുറെ പേരിൽ കിടന്ന പൈസ കുറെ അങ്ങനെ ചിലവാക്കി വെച്ചു. ഇപ്പൊ വാപ്പ കഠിനാധ്വാനം ചെയ്ത് മക്കൾ കഷ്ടപ്പെട്ടു പോകരുത് എന്ന് കരുതി ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ മക്കൾ ചെയ്തത് വിറ്റിട്ട് ഒരു തോന്നി വഴി കഴിക്കാം. ബിസിനസ്, ലൈഫ് ഫോർ ബിസിനസ്, ലൈഫ് നോട്ട് ഫോർ ബിസിനസ്. ജീവിക്കാൻ ബിസിനസ്സിന് വേണ്ടി ജീവിക്കുകയില്ല, ബിസിനസ് ഫോർ ലൈഫ്. കച്ചവടം ജീവിതത്തിനാകണം എന്നാണ്. നമ്മുടെ യഥാർത്ഥ ജീവിതം ഏതാണ്? ഉഖ്റവിയായ ജീവിതമാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം എന്ന് പരിശുദ്ധ ഖുർആൻ. ആ ജീവിതത്തിലേക്ക് ജീവിക്കുന്നത്, ബിസിനസ് ചെയ്യുന്നത് ജീവിതത്തിനാകണമെന്നാണ്. ശരിക്കും ആ ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അതിലേറ്റവും വലിയ ഒന്നാണ് ഇൽമിന് വേണ്ടി ചെയ്യുന്ന സേവനം. ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാൻ അറിവ്. ഖുർആൻ ചോദിക്കുന്ന ചോദ്യം ഭയങ്കര ചോദ്യമാണ്. ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? ഏതറിവ്? എല്ലാ അറിവും. മൊബൈൽ മെക്കാനിസം അല്ലേ, മൊബൈൽ ടെക്നീഷ്യനാണ്. മൊബൈൽ മെക്കാനിസം അറിയുന്നവരും അറിയാത്തവരും സമമാണ് അല്ല, അതൊരു അറിവാണ്. അതേപോലെ പിന്നെ നിങ്ങൾ ഏത് എഞ്ചിനീയർ? സിവിൽ എഞ്ചിനീയർ ആണ് നോക്കുന്നത്. പക്ഷെ നിങ്ങൾ വാട്ടർ അത് പറയില്ല, അയാൾ സിവിൽ അയാൾ സിവിൽ എഞ്ചിനീയർ ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് അറിയുന്നവരെ നമ്മളൊക്കെ വെള്ളം കുടിക്കില്ലേ? നിങ്ങളൊക്കെ ഈ ഖത്തറിൽ കുടിക്കുന്ന വെള്ളമൊക്കെ മൂപ്പര് അവരുടെ ഒരുപാട് സംഘമാളുകളുടെ ശ്രമഫലമായിട്ടാണ് നമ്മൾ എടുത്ത് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഖദറുമാനെ കുറിച്ചൊരു അഭിപ്രായം, ഞാൻ അതിനെ കുറിച്ച് അറിയാത്ത ഞാൻ പറയുന്നത് മൂപ്പര് പറയുന്നത് നമ്മൾ വ്യത്യാസം എന്താണ്? ഏത് വിഷയത്തിലും അങ്ങനെ. ആ വിഷയത്തിൽ അറിയുന്നവനും അറിയാത്തവനും ഒരുപോലെയല്ല എന്ന് ഖുർആൻ. അത് നമ്മുടെ സംഭവം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതിലൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റൂല. പക്ഷേ ദീനിന്റെ വിഷയം ആർക്കും ഒന്ന് പറയാൻ അതിന് ആൾക്കാർ പറഞ്ഞു. ഞാൻ ആലോചിച്ചു പോവാണ്, ഒരു 5 കൊല്ലം മുമ്പ് ഹജ്ജിന്റെ സമയത്ത് ഹജ്ജിന്റെ മസ്അലയിൽ ഒരു സംശയമായി. ഞങ്ങൾ ഉസ്താമാരാക്കാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു എറണാകുളത്ത് മൂപ്പരുണ്ട്, ഒരു ഖുർആൻ പരിഭാഷ ചെയ്തിരുന്നു. അത് ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ ഇന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ മൂപ്പര് ആയത്തോതിന്റെ പരിഭാഷ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പിന്നെ PG പാസ്സായി. എന്താ ചെയ്യണത്? ഞാൻ ഓഫീസിൽ ഇൻഷുറൻസ് ഓഫീസിൽ വർക്ക് ചെയ്യാം. നിങ്ങൾ ഉസ്താദുമാർ പറഞ്ഞ മസാല ശരിയല്ല എന്ന് പറയാൻ കാരണം എന്താ? ഖുർആനിൽ ഇങ്ങനെയുണ്ട്. ഞാൻ ഇൻഷുറൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പഠിച്ചിട്ടില്ല, അയാൾ ഇതിന് യോഗ്യനേ ഇല്ല എന്ന് ഖുർആൻ. അറിയുന്നവരും അറിയാത്തവരും സമമല്ല എന്ന് ഖുർആൻ. ലോകത്തെ എല്ലാ അറിവും നല്ലതാണെന്ന് പറഞ്ഞ ഖുർആൻ നല്ലതാണ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. എല്ലാ അറിവും നല്ലതാണ്. മനുഷ്യനെ അല്ലാഹു ആദരിച്ചത് തന്നെ അറിവ് കൊടുത്തിട്ടാണ്. എന്ത് കൊടുത്തിട്ടല്ല? ബീരാൻകുട്ടി കൊടുത്തിട്ടല്ല, മലപ്പുറത്ത് ഒരു ബീരാൻകുട്ടി അറിവ് കൊടുത്താണ് അല്ലാഹു ആദരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാനത് കുറെ സ്വർണം വെള്ളിയും പൊന്നും പൈസ തരാനല്ല. എന്നിട്ട് അല്ലാഹു ആദം അലൈഹിസ്സലാമിന് എല്ലാ വസ്തുക്കളുടെയും പേര് പഠിപ്പിച്ചു കൊടുത്തു. ഏതൊരു വിജ്ഞാന ശാഖയുടെയും തുടക്കം ഒരു 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 വസ്തുവിൽ നിന്നാണ്. അങ്ങനെ ഏത് വിജ്ഞാന ശാഖ, ബയോളജി ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും അനാട്ടമിയിലും അത് തുടങ്ങുമ്പോൾ പറയാം ഇന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആസ്ട്രോണമി, ആകാശത്തെ കുറിച്ചാണ്. ആ വിജ്ഞാന ശാഖയിലേക്കുള്ള പ്രവേശന കവാടമാണ് വസ്തുക്കളുടെ നാമം എന്നാണ്. അതെല്ലാം അല്ലാഹു ആദം അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു. എന്നിട്ടോ പിന്നെ അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, അതെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് മലക്കളെ വിളിച്ചു. മലക്കളെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, ഈ വസ്തുക്കളുടെ പേരുകൾ പറഞ്ഞില്ലേ? അവർ പറഞ്ഞു സുബ്ഹാനക
ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇതെന്താ അറിവില്ലാതെ ഞങ്ങൾക്കില്ല, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ പറഞ്ഞു അംബിഉഹും ബിഅസ്മാഇഹിം. അത് നബി പറഞ്ഞു മലക്കുകൾ. മലക്കുകൾക്കൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ മലക്കുകളോട് പറഞ്ഞു ഉസ്ജുദൂ ലിആദം. ഇതെങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യണം. ഒരു പണ്ഡിതന് നൽകേണ്ട ആദരവ് ഭൂമിയിൽ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവാണ്. ഏറ്റവും വലിയ ആദരവാണ്. നമ്മൾ ആദരിക്കലാരെ SLC ജയിച്ചവരെ മാത്രമേ ആദരിക്കാം. SLC ജയിച്ച ആളുകളെ മാത്രമേ ആദരിക്കൂ. ഒരു ദർശ പോയി കിതാബൊക്കെ പഠിച്ചത് ആലിമായി നാട്ടിലെത്തിയ ആളെ ഏതെങ്കിലും ആദരിക്കപ്പെടുന്ന നമ്മളൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മഹാന്മാരായ ഉസ്താദുമാരുണ്ട്. മൂലക്കിരിക്കണം പാവങ്ങൾ വയസ്സായിട്ട് ആരെങ്കിലും ചെന്നിട്ട് ഉസ്താദുകളൊക്കെ വരി നമ്മളൊന്ന് ആദരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ലോകത്ത് ഏറ്റവും വലുത് പഠിപ്പിക്കുന്നവർ അവരാണ്. ഇതാണ് ഏറ്റവും വലുത്. നിങ്ങളിൽ ഏറ്റവും ഉത്തമരാണ് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. കെമിസ്ട്രി പഠിപ്പിക്കുന്ന പ്രൊഫസർ അല്ല, നമ്മുടെ നാട്ടിലെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാരല്ല. നമ്മൾ പറഞ്ഞ വല്ലാത്ത മൂല്യന്മാരെക്കാൾ ഉസ്താദുമാരല്ല. നമുക്ക് തിരിയാത്ത അറിയോ? നമ്മുടെ നാട്ടിലെ മതകീയമായ സാഹചര്യം വളരെ വിപുലമായിട്ടുള്ളതാണ്. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ നേതാക്കളായ മഹാന്മാർ ആസാമിന്റെ മണ്ണിൽ പോയി ഉത്തരേന്ത്യ അടക്കമുള്ള ഭാഗങ്ങളിൽ മുസ്ലിംകളുടെ അവസ്ഥ പഠിക്കാൻ വേണ്ടി പോയ ഒരു വിഭാഗം ആളുകൾ ആസാമിൽ എത്തിച്ചു. ആസാമിൽ ഒരു കുഗ്രാമത്തിൽ ചെന്നു. ഒരു പള്ളിയുണ്ട് അവിടെ. പള്ളിയിൽ കയറിയപ്പോൾ പായി ഹൗന്ന് മൂത്രജോലിയൊന്നുമില്ല. ഏതോ കാലം നിസ്കരിച്ചതാണ്. പിന്നെ ആ നാട്ടുകാരെ നിസ്കരിച്ചിട്ടില്ല. ആ പള്ളി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഓരോട് കുറെ കാര്യങ്ങൾ മുസ്ലിംകളുടെ അവരുടെ അവസ്ഥ അറിയുന്നതിന്റെ ഭാഗമായി കുറെ ചോദ്യം ചോദിച്ചു. കൂട്ടത്തിൽ ചോദിച്ചു. മുസ്ലിംകളുടെ ഓരോ ആചാര അനുഷ്ഠാനങ്ങളെ ചോദിച്ച് കൂട്ടത്തിൽ ചോദിച്ചു. അവർ മരണത്തെ ബാധിക്കാൻ കറക്റ്റ് മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ? ഓരോരുത്തരും ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം പറഞ്ഞു അവനെ നല്ല ഉഷാറായി കുളിക്കും. അവരെ കപടാലായി വലിയൊരു തുണി ഞങ്ങൾ കൊണ്ടുവന്ന് കാല് മുതൽ തല വരെ ഞങ്ങൾ അതുകൊണ്ട് അവനെ കെട്ടിക്കിട്ടി. അപ്പൊ ഇതൊരു ക്രമം കറുത്തെ നേരെ കൊണ്ടുപോയി ബ്രഹ്മപുത്രയിൽ ഒഴുക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. പോലീസ് പോലീസ് പിടിക്കലേ പുഴയിൽ അങ്ങനെ കൊണ്ടുപോയി പറഞ്ഞൊരു മറുപടി. പുഴയിൽ അങ്ങനെ ബ്രഹ്മപുത്രയിൽ ഒരു മയ്യത്ത് കണ്ടാൽ, അനാഥ മയ്യത്ത് കണ്ടാൽ പോലീസ് സംശയിക്കാൻ മുസൽമാനോക്കായി ഏതെങ്കിലും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മരിച്ച ആളുകളുടെ മയ്യത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. കാരണം ഞങ്ങളുടെ ആചാരം അങ്ങനെയാണ്. നമ്മൾ ചെയ്യാൻ പറഞ്ഞത് യൂറോപ്പിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പാശ്ചാത്യ ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള അവസ്ഥയല്ല ഞാൻ പറഞ്ഞത്. സാക്ഷാൽ നമ്മുടെ ഇന്ത്യയിലെ ആസാമിലെ മുസ്ലിങ്ങളുടെ സ്ഥിതിയാണ്. നമുക്ക് തിരിഞ്ഞിട്ടില്ല മുസ്ലിം കൈരളി നേടിയെടുത്ത നേട്ടത്തിന്റെ പ്രസക്തി എന്ത് എന്ന് നമ്മൾ മനസ്സിലായിട്ടില്ല. ആസാമിലെ മുസ്ലിങ്ങളുടെ ഒരു കുഗ്രാമത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയായിരുന്നു ഇത്. ഞാൻ ചിന്തിച്ചു പോയത് ആലോചിക്കുകയാണെങ്കിൽ എന്റെ 2 കൊല്ലം എന്റെ കൂടെ ഉമ്രക്ക് വന്നൊരു കുടുംബമുണ്ട്. ഒരു അമ്മ മക്കൾക്ക് തവാഫിന് വേണ്ടി ഇറങ്ങുന്ന സമയത്തിനുള്ള ഒരു സാറേ പിന്നെ എന്റെ മോളെ ഭർത്താവ് മരിച്ചു വീട്ടുണ്ടെങ്കിൽ ഒപ്പുകൊണ്ട് ദ്വാരക്കണം. ഞാൻ ഉമ്രക്ക് വരുന്നതിന്റെ തൊട്ടുവിട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച 2 മക്കളുണ്ട്. അവർക്ക് 9 മാറും വയസ്സുള്ള 2 കുട്ടികൾ. ഒരു ജുമായത്ത് അനുസ്കരിച്ച് കഴിഞ്ഞിട്ട് അവരെ മാപ്പാന്റെ കബറിന്റെ അടുത്ത് പോയിട്ട് മൂത്തം പറഞ്ഞു ചെറിയ നമുക്ക് ദ്വാരക്കല്ലേ പാർട്ടി വിളിച്ചു. മൂത്താളുണ്ടാവണം സ്ഥാനമൊന്നും കൂട്ടിയിട്ടില്ല. അവിടെ പാർട്ടി പോയി കഴിഞ്ഞാൽ മൂത്തം ദ്വാരം 2ാമത്തെ നാമ്യം പറഞ്ഞു. അല്ലാതെ ഞങ്ങളപ്പം ചെയ്ത് കൊടുത്തു കൊടുക്കണം, സ്വർഗം കൊടുക്കണം. 9-6 വയസ്സുള്ള കുട്ടി ദ്വാരക്കണം. ഈ 2 സംസ്കാരത്തിന്റെയും വ്യത്യാസം എവിടുന്നാന്ന് ചോദിച്ചാൽ നമ്മൾ നേടിയെടുത്ത കേരളത്തിൽ നമ്മൾ പറയാറില്ലേ നീ എന്തൊരു സ്ഥാപനം എന്ന് ചോദിക്കാറില്ലേ? അത് വേറെ എവിടെ നിന്നും ആരോ കടത്തിവിടുന്ന ചോദ്യമാണ്. ഓരോ കുഗ്രാമങ്ങളിലും ഓരോ പ്രദേശത്തും ഓരോ പഞ്ചായത്തുകളിലും ഓരോ ജില്ലകളിലും ഉയർന്നു വരുന്ന ദീനിന്റെ അഭിമാന സ്തംഭങ്ങളായ സ്ഥാപനങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ പിന്നെ ലോകത്ത് വിളിച്ചുണ്ടാവില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമില്ലെങ്കിൽ വിളിച്ചുണ്ടാവില്ല. നമ്മളിപ്പോ പറഞ്ഞത് കുഴപ്പമുണ്ടല്ലോ. എന്താ നമ്മളെ കോമിൽ അധികം പെൺകുട്ടികൾ ഓടിപ്പോവാ? എന്താ കാരണം? നമ്മൾ കൊടുക്കാത്ത നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കാത്തതുകൊണ്ടാണ്.
അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. മദ്രസയിൽ നമ്മളെന്താ പറയുക, ചെറിയ ബോധമൊന്നും അവിടുന്ന് ഉണ്ടാവില്ല. ആ കാലയളവിൽ തന്നെ പഠനം നിർത്തി പോവാണ്. അതിനെ നമ്മൾ പറഞ്ഞാ മദ്രസ പോകാൻ സമയമില്ല. 7 മണിക്ക് പോകേണ്ട ആള് 7:00 പോകണം, 8:15 തിരിച്ചു പോകും. 3/4 മണിക്കൂർ കൊണ്ട് കിട്ടാൻ നമ്മളവർക്ക് വഴി കാണിക്കാത്തതും റൂട്ട് കാണിക്കാത്തതുമാണ് ഇതിന്റെ കാരണം. വാട്സപ്പിൽ യുദ്ധം ചെയ്ത കാര്യമൊന്നുമില്ല. ഒളിച്ചോടി പോയ ഒരു പെണ്ണിന്റെ ചിത്രം എടുത്തിട്ട് വിട്ടിട്ട് അതൊരു ധർമ്മസമരമാണ് എന്ന് വിചാരിക്കുന്നത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പൊട്ടനായ മുസ്ലിമാണ് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തെ ഭദ്രമാക്കാൻ. അതാണ് TV പന്നോട് വഴി ഇന്നപ്പോ പറഞ്ഞു. മഹാനായ ഹാഷിം തങ്ങളവറുകൾ അല്ല, അവിടെ പ്രസംഗിക്കുമ്പോഴാണ് പറഞ്ഞത്. ഹാഷിം തങ്ങളവറുകളുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഉസ്താദിന്റെ ഒരു ആഗ്രഹം, തങ്ങളവറുകളുടെ ആഗ്രഹമായിരുന്നു നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്ഥാപനം വേണം എന്നത്. എല്ലാ നാട്ടിലും സാഹചര്യമാണ് ഉള്ളത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി പറയുന്നു. അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ എത്ര കുട്ടികൾ വൃത്തിയുണ്ടാകും എന്നറിയില്ല. ഇത്ര കുട്ടികൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഇപ്പം പ്രോജക്റ്റിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. 20ഓളം ക്ലാസ് റൂമുകൾ ഒരു പണിയുടെ തിരക്കിൽ. അത് കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റ് അതാ കിടക്കണം. ഇപ്പൊ നടക്കുന്നുണ്ട്. പക്ഷേ മദ്രസകളിൽ പല മദ്രസകളിലൊക്കെ കൊണ്ടുപോയിട്ട് ക്ലാസ് ഉണ്ട്. നില സൗകര്യമില്ലാത്തത് ഞാൻ പറയാം. മഹാനായി തങ്ങളവറുകളാൽ ചിന്തിച്ചത് കാലഘട്ടത്തിന്റെ അനിവാര്യതയുടെ ചിന്തയായിരുന്നു എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മേഖലയിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് ഇതിന്റെ ഭാരവാഹികൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നില്ല. മഹാനായ തങ്ങളവറുകൾ എന്തുകൊണ്ട് നിങ്ങൾ സ്മരിച്ചു? കണ്ണാടിപ്പറമ്പിലും പരിസരത്തൊക്കെ കുറെ ആൾക്കാർ കഴിഞ്ഞിട്ടില്ലേ? കുറെ ആളുകൾ ജീവിച്ചു മരിച്ചു പോയില്ലേ? അവരെ ആരെയും സ്മരിക്കാതെ എന്തുകൊണ്ട് തങ്ങൾ നിങ്ങൾ സ്മരിച്ചു എന്ന് ചോദിച്ചാൽ മഹാനായ തങ്ങളവറുകൾ അല്ലാഹുവിന്റെ ദീനിന്റെ നേതൃത്വം നൽകി എന്നതുകൊണ്ടാണ്. കാലഘട്ടത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി സാഹചര്യങ്ങൾക്ക് അനുസൃതമായി തങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് മഹാനായ തങ്ങളവറുകളെ സ്മരിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത്. അതന്നെ പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാൽ ഖുർആന്റെ പല അധ്യായങ്ങൾക്കും പേര് കൊടുത്തിട്ടുണ്ടല്ല. ഓരോ അധ്യായത്തിന് അല്ലാതെ ഇങ്ങനെ പേര് കൊടുത്താൽ പറയും. ആദ്യത്തെ അധ്യായം അർ റഹ്മാൻ, രണ്ടാമത്തത് അർ റഹീം, മൂന്നാമത്തത് സൂറത്തുൽ മലിക് അല്ലെങ്കിൽ മാലിക്, നാലാമത്തത് സൂറത്തു ഖുദ്ദൂസ്, 5 സൂറത്തുൽ മുഹൈമിൻ. അള്ളാഹുവിന്റെ പേര് കൊടുത്ത പോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ അധ്യായത്തിന് അള്ളാഹു ചെയ്തത് ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ചില ഗതിവിഗതികളെ തിരിച്ചുവിട്ട മഹാരഥന്മാരുടെ പേരാണ് അള്ളാഹു പല സൂറത്തുകൾക്കും കൊടുത്തത്. സൂറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂനുസ്, സൂറത്ത് നൂഹ് അലൈഹിസ്സലാം, ഒരുപാട് പ്രവാചകന്മാരുടെ പേരുകൾ. സൂറത്ത് യൂസുഫ് അലൈഹിസ്സലാം, സൂറത്ത് മറിയം ഒരു മഹദിയാണ്, പ്രവാചകയല്ല ഒരു മഹദിയാണ്. ഇപ്പൊ മഹാന്മാരും മഹദികളും ഓരോ കാലഘട്ടത്തിലും സ്മരിക്കപ്പെടുന്ന ചില ഉദാഹരണം പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞു തരണം. വേണ്ട, കുറച്ച് ഉദാഹരണം പറഞ്ഞാൽ ബുദ്ധിയുള്ള മനസ്സിലാവും. ഖുർആന്റെയും അല്ലാഹുവിന്റെയും താല്പര്യം അതാണ്. അപ്പൊ ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞു പോകുന്ന സമൂഹത്തെ മഹാന്മാരെ അടുത്ത തലമുറക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. ആ ഒരു ധർമ്മമാണ് ദാറുൽ ഹസനാത്ത് കണ്ണാടിപ്പറമ്പ് ഖത്തർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത്. മഹാനായ തങ്ങളവറുകളെ അനുസ്മരിക്കുന്ന സദസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൽമിനെ ആദരിക്കേണ്ടത് ഏറ്റവും വലുത് കൊടുത്താണ്. സുജൂദ് പിന്നെ ചെയ്യാൻ പറ്റൂല എന്നുള്ളതുകൊണ്ടാണ്. ഇനി സുജൂദ് ഭൂമിയിൽ ഒരു സൃഷ്ടിക്കും ചെയ്യാൻ പാടില്ല. ആദ്യത്തെ ആദരവ് ഇൽമിനെ സുജൂദ് കൊടുത്തുകൊണ്ടാണ്. സുജൂദി ആദം ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ. എല്ലാ ആളുകളും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ്. ഇബ്ലീസ് പറഞ്ഞു, ഉസ്താദാണെങ്കിലും ശരി, ഞങ്ങൾ തമ്മിൽ ചില വ്യത്യാസമുണ്ട്, അവരുടെ മുമ്പ് സുജൂദ് ചെയ്യാനായിട്ടില്ല. എന്താ ഖുർആൻ പറഞ്ഞത്? ആ സംഭവത്തെ ഉദ്ധരിച്ച് പറയണം. തഫ്സീറുകൾ നോക്കിയാൽ കാണാം. അപ്പം പറയണം, ഖലഖതനി മിൻ നാർ വ ഖലഖതഹു മിൻ തീൻ. പഠിച്ചോനെ, എന്റെ ഉസ്താദിനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. മണ്ണും തീയും രണ്ടും നോക്കിയാൽ പ്രാധാന്യം തീയിലാണ്. അതുകൊണ്ട് ഉസ്താദ് എന്താ സുജൂദ് ചെയ്യേണ്ടി? ഞാൻ അങ്ങോട്ടല്ല. അല്ലാഹു പറഞ്ഞു, ഓടാ ഉഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. പുറത്തു പോകണം, നീ ആട്ടി ഒഴിക്കപ്പെട്ടവനാണ്. ഖിയാമത്ത് നാൾ വരെ നീ ശപിക്കപ്പെട്ടവനാണ്. അതിന് ശേഷവും നീ ശപിക്കപ്പെട്ടവനാണ്. ലോകത്തെ ആദ്യത്തെ നമ്മമാണ് ഇൽമിനെ ആദരിക്കണം. അതിന്റെ ഭാഗമാണ് ഇത്.
ഇൽമിനോട് അനാദരവ് കാണിക്കുന്നത് ഭയങ്കര നാശമാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സംഭവം പറയുന്നു. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെയും ഖിദർ അലൈഹിസ്സലാമിനെയും സംഭവം. വെള്ളിയാഴ്ച എല്ലാ ദിവസവും സൂറത്തുൽ കഹ്ഫ് പോകണം. ദജ്ജാലിന്റെ വിത്തിനെ കാക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച എന്താ വെച്ചാൽ ദജ്ജാൽ പഠിത്തൊന്നും വരാനായിട്ടില്ല, അവിടെ ഞാൻ ഇങ്ങനെ ഓടാനാണ്. ദജ്ജാലിന്റെ കാലച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അതൊരു ഗൗരവമായി നമ്മൾ എടുത്ത് പഠിച്ചു പറയേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ദജ്ജാലിൽ വരാനുള്ള എല്ലാ സാഹചര്യവും എങ്ങനെയുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും എടുത്തതിലാണ്. സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അതിന്റെ രക്ഷ ഉണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൽ പറഞ്ഞ ഒരു സംഭവമാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഖിദർ അലൈഹിസ്സലാമിന്റെയും സംഭവം. മൂസാ നബി അലൈഹിസ്സലാമും ഖിദർ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ഖിദർ നബിയാണോ വലിയാണോ സംശയം. പ്രവാചകനാണോ വലിയാണ്? പ്രബലാഭിപ്രായം പ്രവാചകനല്ല വലിയാണ്. ആര്? ഖിദർ അലൈഹിസ്സലാം. ഈ ഖിദർ നബിയുടെ അടുത്തേക്ക് ഇൽമു പഠിക്കാൻ പോകാൻ പറഞ്ഞു. ആരോട്? മൂസാ നബിയോട്. അല്ലാഹ് ഖുർആനാണ്. അന്ധകാലത്തെ ചരിത്രങ്ങൾ പറയുന്നത് ഖുർആനാണ്. മൂസാ നബി പ്രവാചകനാണ്. പ്രവാചകനായ മൂസാ നബിയോട് വലിയുടെ അടുത്തേക്ക് ഇൽമു പഠിക്കാൻ പോകാൻ. അതിന്റെ ഒരു സന്ദർഭം പ്രസംഗിക്കുമ്പോൾ ആരോ ചോദിച്ചു, ആരെ ലോകത്തെ ഏറ്റവും അറിവുള്ളതാണ് മൂസാ നബി എന്ന് ചോദിച്ചു. മൂസാ നബി ഞാൻ സംഗതി അങ്ങനെ തന്നെയാണ്. ഞാൻ ഓരോ കാലത്തും ജീവിച്ചിരിക്കുന്ന പ്രവാചകനായിരിക്കും ഏറ്റവും അറിവുള്ള. പക്ഷെ ആ മറുപടി ശൈലി എന്താ? ശൈലി അള്ളാഹ്ക്ക് ഇഷ്ടമായി. വർത്താനത്തിനും പെരുമാറ്റത്തിനും ഇരുത്തത്തിനും നടത്തത്തിനും ഒരു രീതിയും സ്വഭാവമാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞു മൂസാ നബിയോട്, മൂസാ നബി നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരാളുണ്ട്, അയാൾക്ക് പോയിട്ട് നിങ്ങളെല്ലാം അറിവില്ല, അയാൾക്ക് പോയിട്ട് നിങ്ങൾ പഠിക്കാം. മൂസാ നബി പോയി ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ കൂടട്ടെ, നിങ്ങൾ ഇൽമു കുറിച്ച് ചോദിച്ചു. കണ്ടവാളെ തന്നെ പറഞ്ഞു, മൂസാ നബി നിങ്ങൾ ചൂടനാണ്, നിങ്ങൾ ചൂടനായതുകൊണ്ട് എന്റെ കൂടെ കൂടാൻ നിങ്ങൾക്ക് കഴിയില്ല. ആളെ നമുക്ക് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടുണ്ട്. കണ്ടപാട് പറഞ്ഞു നിങ്ങൾ ദേശമുള്ള ആളാണ്, അവിടെ നമ്മളെ ഒത്തുപോകുന്നു തോന്നുന്നില്ല. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസാ നബി പൊതുവൊരു ദേശക്കാരനാണ്, അവിടെ നന്നാക്കി വൃത്തിയെ അടിച്ചപ്പോ എന്തായി പേര് മരിച്ചു. മൂസാ നബി പറഞ്ഞു, ഇല്ല ഞാൻ ക്ഷമിക്കുമ്പോൾ കൂടെ ഞാൻ ചെയ്യണമൊന്നും എന്താ ചെയ്യാൻ കാരണം ചോദിക്കാൻ പാടില്ല. ആയിക്കോട്ടെ, തങ്ങളുടെ കൂടി അങ്ങനെ യാത്ര കൊണ്ട് രംഗം പറയും. ഞാൻ ആ സംഭവം പറയില്ല, അതിൽ മൂന്നാമത്തെ സംഭവം ഞാൻ പറയും. അങ്ങനെ അവർ ഒരു കപ്പലെ കഴിഞ്ഞിട്ട് ഒരു നാട്ടിൽ തന്നെ നടന്നു പോകുന്ന സമയത്ത് ഒരു കുട്ടിയെ വിളിച്ചിട്ട് കൊന്നൊരു സംഭവം പറയുന്നത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാട്ടിലെത്തി. അന്താകിയ എന്നായിരുന്നു ആ നാടിന്റെ പേര്. ആ നാട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു ചുമര്, ഒരു വീടിന്റെ ഒരു ഭിത്തി ഇങ്ങനെ വീഴാറായിട്ടുണ്ട്. മൂസാ നബി ഇങ്ങനെ അപ്പൊ ഇവർ ആ നാട്ടിലെത്തിയപ്പോൾ ഭക്ഷണം ചോദിച്ചു. ആ നാട്ടുകാരൻ ഒരു ഭക്ഷണം കൊടുത്തില്ല. ഖുർആൻ പറയുന്നുണ്ട്, فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه. അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പുണ്ട്, നാട്ടുകാരോട് കുറച്ച് ഭക്ഷണം തരില്ല, തരൂല. അവർ അതിഥി കൂട്ടാൻ തിരസ്കരിച്ചു. നമ്മളെ വീട്ടിലൊക്കെ ഒന്ന് പറയില്ലേ, പുസ്തകം ഒരു നേരത്തെ ചെലവ് കൊടുക്കുമ്പോൾ ഇവിടെ പിന്നെ ഭാര്യക്ക് കൈക്ക് സുഖമില്ല, ഭാര്യക്ക് കൈക്ക് സുഖമില്ല. അപ്പൊ ഓരോ കുടുംബം തന്നില്ല, എന്നുണ്ട് അതിനൊരു അംശം കൊടുത്താൽ മതി പറയാം. ഒരു സുഖമുള്ള വർത്താനില്ല. നിങ്ങളെ വീട്ടിൽ ഒരു നേരം ഒരു ഉസ്താദിനെ ഒരു മുയർത്തിനെ പറഞ്ഞേച്ചോട്ടെ, അതോ അത് പിന്നെ ഓക്ക് ഭയങ്കര നടുവേദനയാണ്. നടുവേദന ഒരു പട്ടിനെ എടുക്കില്ലല്ലോ, വീട്ടുണ്ടാക്കുന്ന അംശം കൊടുത്താൽ മതി. അതൊക്കെ ഒരു സുഖമില്ലാത്ത വർത്താനാണ്. ഇവൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു ഭക്ഷണം കൊടുക്കാൻ കൂട്ടാക്കിയില്ല. ഇതിന്റെ മൂസാ നബി ഖിദർ നബി നടന്നു. ഖിദർ നബി ഇങ്ങനെ ചുമര് വീഴാനായപ്പോൾ അതിങ്ങനെ നേരെ ആക്കിട്ടു. അപ്പൊ മൂസാ നബി എന്ത് മനുഷ്യനാണ്, ഭക്ഷണം ചോദിച്ചിട്ട് തരാത്ത ഈ നാട്ടുകാർ തങ്ങൾ ഈ നന്മ ചെയ്തിട്ടുണ്ട്. ഒരു മുസ്ലിമിന്റെ മനോഭാവം എങ്ങനെയാകണം എന്നാണ് പഠിപ്പിക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ശരിക്കും ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ചര്യയിലേക്ക് തിരിച്ചു പോകണം. പുണ്യനബിയുടെ സഹായികൾ ഖബർ ഇങ്ങനെ കുളിക്കാം. ഖബർ ഇങ്ങനെ കുളിക്കണ സമയത്ത് ആ ഖബറിന് ചെറിയൊരു വെള്ളമുണ്ട്, ചെറുങ്ങനെ ചെരിഞ്ഞു പോയി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ആ ഖബർ നേരെയാ പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ആദാലി യഹൂദീൻ, ഇത് ഞങ്ങളൊരു ജൂതൻ മരിച്ചിട്ടുണ്ട് ഇവിടെ, അവനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്താണ് ഓനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് കുഴിക്കണത്
പിന്നെ നേരെ ഇക്കൊള്ളൊന്നൊന്നുമില്ലല്ലോ, അതെങ്ങനെയെങ്കിലും ആക്കിയാൽ പോലെ. ഇപ്പൊ പറഞ്ഞു നിങ്ങൾ ജൂതരാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ ജൂതരാണോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യം, നിങ്ങൾ ജൂതരാണോ? അത് പറഞ്ഞു അല്ല, ഞങ്ങൾ അങ്ങയോട് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു നിങ്ങൾ നന്നാക്കണം. അഹ്സിനൂ, ഖബർ നേരെയാക്കി നന്നാക്കി. മുസ്ലിം അല്ല ഇഹ്സാൻ, മുസ്ലിമിന്റെ മുഖമുദ്രയാണ്. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് തിരിച്ചു നല്ലത് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാകും. ഹാഷിം തങ്ങളോട്, ഹാഷിം തങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും പ്രകടമായി കാണുന്ന ഒരു നന്മയാണ് ഏറ്റവും മോശമായി പെരുമാറുന്നവരോട് പുഞ്ചിരി തൂകാനുള്ള മനസ്സുണ്ടാവുക. അതൊരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഭാഗമാകണം. വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, മൂസാ നബി ചോദിച്ചു, നിങ്ങളെന്ത് മനുഷ്യനാ, ഈ നാട്ടുകാർക്ക് അങ്ങൾ ഈ പണി ഈ നന്മ ചെയ്തു കൊടുക്കണം. അപ്പൊ പറഞ്ഞ അവസാനം മൂന്നാമത്തെ മറ്റൊന്നും പറയാൻ പറ്റില്ലാത്തത് ഞങ്ങൾക്ക് കൊണ്ട് പിരിയാകാനും അതിന്റെ കൂടെ കൂടാൻ കഴിയില്ല. 2 വട്ടം മാപ്പ് കൊടുത്തത് മൂന്നാമത്തതാണ്. ഞങ്ങൾക്ക് പറഞ്ഞുതരാം, കഴിഞ്ഞതിന്റെ വിശദീകരണമല്ല ഞാൻ പറഞ്ഞു. ഈ സംഭവം ഉണ്ടായത് അന്താക്കിയയിലാണെന്ന്. അന്താക്കിയക്കാർ, ഈ അന്താക്കിയയിൽ നിന്നാണ് പുറപ്പെടുന്നത്. അന്താക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. എന്താ ഈ അന്താക്കിയ എന്ന് ദജ്ജാൽ വരാൻ കാരണം? അന്താക്കിയ ലോകത്തെ ഏറ്റവും അറിവുള്ള ഈ 2 മഹാന്മാരെയും അവമതിച്ച നാടാണ്. ഭയങ്കര ഗൗരവമാണ്. നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നമ്മൾ പറയില്ലേ ചില നാടിന് ചില സ്ഥാനമുണ്ട്, ആ മഹാനാളെ വന്നപ്പോ അയാൾ അങ്ങനെ ദ്വാരന്നൊക്കെ പറയില്ലേ, ഉള്ള ജന്മത്തിൽ അങ്ങനെ വാങ്ങിയാൽ പിന്നെ ആ നാട് നന്നാവില്ല. അന്താക്കിയയിൽ നിന്നാണ് ദജ്ജാലിന്റെ പുറപ്പാടെന്ന് നബിയുനാ റസൂലുള്ളാഹി ഏറ്റവും അറിവുള്ള 2 മഹാന്മാരെ അവമതിച്ചത് ആ നാട്ടിൽ വെച്ചായിരുന്നു. അതുകൊണ്ടെന്താ ഖിയാമത്ത് നാൾ വരെ ആ നാട്ടിന് ശാപം. ഞങ്ങൾ ആലോചിക്കാൻ ഏറ്റവും അറിവുള്ള ഒരാളെ ആദരിച്ചതുകൊണ്ട് ആ നാടി നന്നാകും. ഖിയാമത്ത് നാൾ വരെ ആദരവ് നൽകി. ഏതാ നാട്? അതാണ് മദീനത്തുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് വരുന്നത് വരെ മദീനത്ത് ഒരു പ്രത്യേകതയും. മദീന സാധാരണ മണ്ണാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഹിജ്റ ചെയ്തു വരുന്നു എന്ന് കേട്ടു. കേട്ടപ്പോൾ മദീനക്കാർക്ക് ഒരു സന്തോഷം നൽകി. ബദറു അലൈനാ من ثنيات الوداع وجب الشكر علينا ودعا لله داعي أيها المبعوث فينا جئت بالأمر المطاع. ഒരു പാട്ടൊക്കെ പാടി സ്വീകരിച്ചു. മാത്രമല്ല ആണുങ്ങളും കുട്ടികളുമെല്ലാം ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിക്കാൻ. മാത്രമല്ല പെണ്ണുങ്ങളെല്ലാം വീടിന്റെ മുകളിലും ഉയർന്ന സ്ഥലങ്ങളിലും ഒക്കെ കയറി നിന്നു ഈ ഹബീബിനെ കാണാൻ. കാരണം അവർക്ക് വല്ലാത്ത സന്തോഷമായി സ്വീകരിക്കാൻ. ഭയങ്കര സന്തോഷമായി. ഒരാരിപ്പ് വന്നതാണ്. നമ്മളെ കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഉസ്താദ് വന്നവരെ പിന്നാലാൻ കൂട്ടാണ്. എന്താ കാരണം? അവൻ കണ്ണാടിപ്പുറം എന്റെ വിലക്ക് ഇരുവരും വന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ കുറെ പാവങ്ങൾ കഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് അസ്തിത്വം പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾ തിരിച്ചറിയും. കുറെ മനുഷ്യന്മാർ അങ്ങനെ അതിനെ കുറെ രീതിയിൽ അങ്ങനെ മാറ്റി വെച്ചു. ഇല്ലായിരുന്നുവെങ്കിൽ ജില്ല ഡോക്ടറായിരുന്നു. ഡോക്ടർ ഉപറപ്പണി കൺസൾട്ടിങ്ങിൽ ഇരുന്നാൽ മതി. രാവിലെ മുതൽ കോടീശ്വരനായി മാറമായി. കോടീശ്വരൻ പണിക്കട യുവാക്കിയിട്ട് വെയിലും കൊണ്ട് 2 ആഴ്ചയുള്ള സ്ഥലത്ത് മണ്ണിട്ടിട്ടാണ് ആ സ്ഥാപനം ഇലക്കി പൊക്കി കൊണ്ടുവന്നത്. കൺസൾട്ടിങ് തന്നെ മാറ്റി വെച്ചു. പറഞ്ഞാ ഞാൻ ശരീരത്തെ ചികിത്സിക്കുകയാണ്. ആത്മാവിനെ ചികിത്സിക്കാൻ പറ്റുന്ന ആലിമീങ്ങളെ വാർത്തെടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ചെയ്തത്. തോളോട് തോൾ ചേരാൻ ഒന്നുമില്ല. ആ വീട് പറഞ്ഞു. അതിന്റെ ജ്യേഷ്ഠനും അഞ്ചനും വീടിന്റെ നടുക്ക് കല്ല് വെച്ചിട്ട് ഒരു ഭാഗം അഞ്ചനും കൊടുത്ത് ഒരു ഭാഗം ജ്യേഷ്ഠനും അങ്ങനെ ഒരു താമസം. ഒരു വീട് നടുക്ക് ചുമരിച്ചു. ഒന്നുമില്ല. ഞാൻ ഓർക്കുന്നു, എന്നോട് മലപ്പുറത്ത് വാപ്പുത്തങ്ങളിലൊക്കെ പറഞ്ഞു. വാപ്പുത്തങ്ങൾ എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഞാൻ രാത്രി പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കിടക്കുകയാണ്. രാവിലെ എന്നെ വീട്ടിലൊരാൾ ചൊപ്പനോട് പറഞ്ഞില്ല. വീട്ടിലേക്ക് കയറി വന്നു. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇദ്രൂസാണ്. ബേജാറായി ഞാൻ. ഉമ്മാക്ക് വലിയ ഇദ്രൂസാണ്. സുബൈനസ്കറിന്റെ വീട്ടിൽ വന്നതാണ്. വീട്ടിൽ വന്നിട്ട് ബെല്ലടിച്ചു. ഉമ്മാക്ക് മനസ്സിലായില്ല ആരാന്ന്. ഉമ്മ പറഞ്ഞ് കയറിയിരുന്നോളി. വാപ്പുത്തങ്ങളോട് ഞാൻ ഉറങ്ങാം, എന്നാ വിളിക്കണ്ട. സമസ്തയിലെ വൈസ് പ്രസിഡന്റാണ് വിളിക്കേണ്ടതാണെന്നോട്ടെ, ഉറങ്ങിക്കോട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോളാം.
അവിടെ തന്നെ ഇരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആബുദങ്ങൾ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, ഏതൊരു ഉസ്താദ് പുറത്തു വന്നാണ്. ആബുദങ്ങൾ പറയാൻ ജനങ്ങളുടെ ഞാൻ ഓടിച്ചു ഉസ്താദെ പലപ്പോഴും ഞാൻ കുറച്ച് സമയം ഇപ്പൊ പറഞ്ഞു കുറേ നേരമായി വന്നിരിക്കാം, സുബൈ കഴിഞ്ഞ് വന്നതാണ്. ഉസ്താദിനെ പറഞ്ഞുകൂടി നമ്മളുടെ ഞാൻ സ്വീകരിച്ചു ഉസ്താദ് ഐദർ സൂചകരാണ് എന്തായാലും ഇത് വിളിക്കണം എന്ന് പറഞ്ഞോളൂ. ആ ഞങ്ങൾ ഇന്നലെ രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് കിടക്കുകയായി, ഉറക്ക് ശല്യപ്പെടുന്നത് ശരിയല്ല. അവിടെ തന്നെ ഇരുന്നിട്ട് ആബുദങ്ങൾ പറയാം, എന്നോട് പറഞ്ഞു നിങ്ങളെ കോർക്കണം മറന്നുപോയത്. അതെന്നോട് പറഞ്ഞു. അന്ന് ചെന്നിട്ട് പറഞ്ഞിട്ട് ദാറുദായുടെ തുടക്കമാണ്. ദാറുദായുടെ കുട്ടികൾക്ക് നാളെ മുതൽ വെക്കാനായില്ല, നിങ്ങൾ എന്തെങ്കിലും കുറച്ച് അരി സംഘടിപ്പിച്ചു തരുമോ? തെരുവുകൾ തെരുവുകൾ തെണ്ടി തെണ്ടി എന്ന് നമ്മൾ പറയും. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവരൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന നമുക്ക് ഒരു സീറ്റിലിരിക്കാൻ വേണം. ഇജ്ജത്തിന്റെ കാരണക്കാർ അവരാണെങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ലാത്തവരാണ്. ഹാഷിം കുഞ്ഞിക്കോയ തങ്ങളുടെ നിങ്ങളുടെ അസനാത്തിന്റെ കാര്യം പറയാൻ വേണ്ടി ഒരു കാര്യമില്ല. കാരണം കണ്ണൂർ ജില്ലയിലെ നായികയാണ്. അധിക ദിവസവും ചിക്കാറുണ്ടാവും. അധിക ദിവസവും തങ്ങളെ കാണാൻ ആളുകൾ ഒരു സ്ഥലത്ത് ഇരുന്ന പോലെ മതി. പക്ഷേ ഓടി നടന്നത് ഒരു മഹാപ്രസ്ഥാനം ഖിയാമത്ത് നാൾ വരെ ദീനിന് തുണയാകണം എന്ന ഗതിയില്ല. മക്കളൊക്കെ ചെയ്യേണ്ടത് കാലം അസനാത്തിന് കണ്ണിപ്പെടുമ്പോൾ കണ്ണാടി പുറമേ പരിസരത്തുള്ളതൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്താം. നിങ്ങളൊക്കെ ചെയ്യേണ്ടേ. നമ്മുടെ ഈ മാസത്തിൽ മീറ്റിംഗ് വിളിക്കലെന്നൊക്കെ പറഞ്ഞു. അവിടെ മാസത്തിൽ ഒരു മീറ്റിംഗ് ഒക്കെ വിളിക്കുമോ ഒന്ന് വന്നിരുന്നു. നല്ല നല്ല ഇനി ഒന്നും കൊടുക്കില്ലെങ്കിലും ജക്കരിയ സാഹിബിനോട് ചോദിക്കാം. നമ്മളെ കണക്ക് അവർ സെക്രട്ടറി പേര് മുജീബ് സാഹിബിനോട് ചോദിക്കാം. ആ കണക്ക് വായിച്ചൊന്ന് ശരിയായിട്ടില്ലല്ലോ, അത് ചെറിയ സംശയം ഉണ്ടല്ലോ, കൊടുത്തിട്ടുണ്ടാവില്ല. എന്നാലും അങ്ങനെ ചോദിക്കാൻ ഒരാളുണ്ടായാലും നല്ല അതും ഒരു സാധാരണ ഒന്ന് വരാൻ മനസ്സ് കാണിക്കുക. ഈ സംരംഭത്തോട് ചിലപ്പോൾ നമുക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല. കൊടുക്കാൻ പറ്റാവുന്ന ഒരാളോട് നമ്മൾ സംഗതിട്ടോ നമ്മളെന്തെങ്കിലും ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അതൊരു ഗുണമാകുമെങ്കിൽ അത് ചെയ്യാം. എന്റെ ഗുണമൊക്കെ എപ്പോഴും തീരുമാനങ്ങൾ അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടായ്മ എല്ലാം ഇതേ രീതിയിലുമുള്ള വിജയത്തിലാക്കി തരട്ടെ. കാരണം മാഷറിന്റെ സുഖത്തേക്ക് പോകാൻ വേണ്ടി അള്ളാഹു വരണ സമയത്ത് ആലിമിനെ അവിടെ തന്നെ നിർത്തുന്നത്. സദഖ കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയ ആൾക്കാരുണ്ടാവാൻ പോകണം. അപ്പൊ ആലിം പറയും, പഠിച്ചോനേതാ എന്റെ വയലിലേക്ക് ആ സംഭാവന കൊടുത്താണ് പോയവരൊക്കെ ഇന്നെ ഇവിടെ വിശ്വസിക്കണം. അപ്പൊ വേറൊരാൾ പോകണം, അയാൾ യുദ്ധം ചെയ്ത അയാളാണ്. ഈ ആലിം പറയും, പഠിച്ചോനേതാ എന്റെ വയലിൽ കേട്ടിട്ട് അയാൾ വാളെടുത്ത് യുദ്ധത്തിന് പോയി, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞ് പോയി മരിച്ചാണ്. അയാൾ പോയി വെച്ചിട്ട് ഇവിടെ പിടിച്ചു വെച്ചതാണ് എന്ന് പറയും. എല്ലാവരും പോയ ശേഷം ആലിമിനോട് പറയും, ഞാൻ എന്നെ എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചാൽ പറയും, നീ സ്വർഗത്തേക്ക് പോകണമെന്ന് കരുതിയിട്ടല്ല, പിന്നെ എന്നോട് എപ്പോഴെങ്കിലും ഗുണം ചെയ്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കി മഷറിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് ഗുണം ചെയ്ത വല്ലവരും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പിടിച്ചു പോയിക്കോളൂ. എനിക്ക് പരിചയം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പിടിച്ചു പോയിക്കോളൂ. അപ്പൊ മുമ്പ് പറയുന്ന അവിടെ ഉണ്ടല്ലോ ഒരു കുഞ്ഞമ്മതാരി, നമ്മൾ എയർപോർട്ടിൽ സ്വീകരിക്കാൻ വന്ന ആളെ നോക്കണം. നമുക്കന്നൊരു ജ്യൂസ് വാങ്ങി തന്ന ആളാണല്ലോ അത്. ഒരു ചെറിയ നന്മ പോലും ചെയ്തു കൊടുത്ത ആളാണോ? ഈ മഹാന്മാരെ നമ്മൾ സ്നേഹിച്ചാൽ എന്ത് കിട്ടുന്നു വെച്ചാൽ അതന്നെ നമ്മൾ പറയില്ലേ, എനിക്കൊരു തുണയായത്. ഞാൻ പണ്ട് കോഴിക്കോട് നിന്ന് തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത സീറ്റിൽ ഇരുന്ന ആൾക്ക് ഞാൻ 25 രൂപ കോഴിക്കോട്ടുള്ള ബസ്സിന്റെ കൂലി കൊടുത്തിരുന്നു. അതാണ് എനിക്ക് തിരുവനന്തപുരത്ത് പോയപ്പോൾ എൻ്റെ ആ പേപ്പർ ശരിയാവാൻ ആ 25 രൂപ എനിക്ക് സഹായം. കാരണം എന്താ, ഞാൻ അവിടെ പോയപ്പോൾ ഓഫീസിലുണ്ട് ഇയാൾ, ഞങ്ങൾക്ക് അവിടെ ഉദ്യോഗസ്ഥർക്ക് ഭയങ്കര പരിചയം. ഞാൻ ആ 25 രൂപ കൊടുത്തുകൊണ്ട് ഇയാൾ വണ്ടി പാഞ്ഞ് ഓടിപ്പാഞ്ഞ് അന്ന് വരുന്നതിന് എൻ്റെ പേപ്പർ ശരിയാക്കി ഭൂമി എന്ന് പറയാറില്ല. നമ്മൾ ഉഹ്റവിയായ ലോകത്തിൽ ഇതൊക്കെ വലിയ നേട്ടമായി വരും എന്ന് അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ തങ്ങളവர்கள் ഈ സ്ഥാപനത്തിന്റെ മുഖച്ഛായയായി നിലനിൽക്കുകയാണ്. നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ പേര് തങ്ങളുടെ നാമം മഹാനായ തങ്ങളവരുടെ നാമം ജയമില്ല. അതായത് ക്യാമ്പസിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ ഈ സ്ഥാപനത്തിനെ സ്നേഹിച്ച മഹാന്റെ പേരിലുള്ള ആ ബ്ലോക്കിലൂടെയാണ് നമ്മൾ ഈ സ്ഥാപനത്തിന്റെ മറ്റ് സ്ഥാപന സമുച്ചയത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ തങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരുപാട് സംഗതികൾ. ഏറ്റവും പ്രധാനം എന്ന താഴ്മ, വളരെ വിനയം, വളരെ വിനയം.
ആ മഹാൻ ഉച്ചത്തിൽ സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ നാട്ടുകാരുടെ ചോദിച്ചാൽ പറയുകയാണ്. കാരണം ഉച്ചത്തിൽ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ മഹാനറിയാം. വളരെ വിനയം. ഒരു കൊച്ചുകുട്ടിയാണ്, എനിക്കറിയാം. ഞങ്ങൾ പലപ്പോഴും അടുത്ത് പെരുമാറിയത്, ഞാൻ കുറെ വർഷമായി കണ്ണൂർ ജില്ലയിലായി എന്നതുകൊണ്ട് ഒരുപാട് വേദികളിൽ അടുത്ത് പെരുമാറാൻ സൗഭാഗ്യം അവസരം ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഇന്നങ്ങോട്ട് ബഹുമാനിക്കരുത്, ഇന്നങ്ങോട്ട് ബഹുമാനിക്കുക, കാണുന്ന മറ്റൊരാളെ ബഹുമാനിക്കുക. ഞാൻ കയറി ചെല്ലുമ്പോൾ എഴുന്നേറ്റ് ഞാൻ ഒരിക്കൽ ചോദിച്ചു, തങ്ങളെ ഞാൻ വരുമ്പോൾ ചെന്നാലും എന്നോട് പറഞ്ഞു, അന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒന്നും പറഞ്ഞാൽ പറ്റില്ല. അത്രയും ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെ പോലും കണ്ടാൽ ആ കുഞ്ഞിനെ ആദരിക്കാനും സ്നേഹിക്കാനുമുള്ള മനസ്സ്, അത് ആ മഹാനായ തങ്ങളുടെ ജീവിതത്തിൽ നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ്. അതേപോലെ മഹാനായ തങ്ങളവர்கள் ഓരോ സമയവും വിജ്ഞാന സമ്പാദനത്തിനും ദീനിന്റെ മസലകൾ കണിശമായി പഠിച്ചു പറയുന്നതിലുമൊക്കെ മഹാനായ തങ്ങളവர்கள் പുലർത്തിയ ജാഗ്രത. മഹാനായ തങ്ങളവர்கள் അസനാത്തിന്റെ കാര്യത്തിൽ ദുബായിലും മറ്റൊക്കെ പോണ സമയത്ത് പല പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. രാത്രി റമദാനൊക്കെ വളരെ വൈകിട്ട് റൂമിലെത്തിയാലും തറാവീഹ് 20 റക്അത്ത് നിന്ന് നിസ്കരിക്കുക. ക്ഷീണം ഉണ്ടാവും, നിന്ന് നിസ്കരിക്കും. എന്നാലും കൂടെ ജോലി ചോദിച്ചാൽ തങ്ങൾ എന്തിനാ നിൽക്കണ ഇന്ന് നിസ്കരിച്ച് ചോദിച്ചാൽ പറയും, റമദാനെ കിട്ടൂ, ഇല്ലാത്തപ്പോൾ കിട്ടുകയുള്ളൂ എന്നാ പറയും. മഹാത്താകുന്നതിന് കുറേ ദിവസവും മൗനം പാലിച്ചാണ് ലോകത്തോട് വിട പറഞ്ഞത്. എന്തായി വഫാത്തിന് മുമ്പ് മൗനം പാലിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് അല്ലാഹു നൽകുന്ന സൗഭാഗ്യം. നമ്മൾ നേരെ തിരിച്ചവിടെ നമ്മൾ പറയുന്ന മുണ്ടനും കൂടിയില്ലല്ലോ, മുണ്ടനും കൂടിയില്ല. നമ്മളൊക്കെ മുണ്ടിയിട്ടാ മരിക്കണമെങ്കിൽ അവസാനം പറഞ്ഞ വാക്ക് എന്താണ്? മൗനം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അള്ളാഹുവിൽ വന്നതിന് വിശ്വാസം ഉണ്ടെങ്കിൽ നല്ലത് പറഞ്ഞുകൊണ്ടേ ഉണ്ടായിരുന്നത്. മൗനം വളരെ നല്ലതാണ്. മൗനം പാലിച്ച് രക്ഷപ്പെടുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. മാത്രമല്ല, നമ്മളെ സമുദായം തന്നെ മൗനം പാലിച്ചിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? മൗനം പാലിക്കേണ്ടത് നമ്മൾ മൗനം പാലിക്കണം. നമ്മൾ മിണ്ടിയാലും മിണ്ടാതിരിക്കുന്നതിനേക്കാൾ വലിയ നാശം തോന്നിയാലും മിണ്ടാതിരിക്കാതെ. അതൊന്നും നമ്മൾ മനസ്സിലാക്കാത്തതാണ് ചില അപകടങ്ങൾക്ക് കാരണം. അപ്പൊ ഞാൻ ആ മഹാൻ വഫാത്താണ് കുറേ ദിവസം മുമ്പ് മൗനം പാലിച്ച് ഇങ്ങനെ വഫാത്തായി പോയതാണ്. അള്ളാഹുവിന്റെ മാത്രം ദിക്റിലും ചിന്തയിലുമായി കഴിഞ്ഞുകൂടാൻ അള്ളാഹു കൊടുത്ത സൗഭാഗ്യമായിരുന്നു അത്. അർഹമുർ റഹീമായ റബ്ബ് ആ മഹാനവരുടെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഒരു ഫാത്തിഹ ഓതി